അപ്പോൾ ഇനി നമ്മൾ ആരൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് പറയാം. റിപ്പീറ്റ് ചെയ്യേണ്ട ആളുകൾ ആരൊക്കെയാണ്? ഭയങ്കര സിമ്പിളാണ് അതിൻ്റെ ഉത്തരം. 10 മാസം ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കഷ്ടപ്പെടാൻ ആർക്കൊക്കെ താല്പര്യമുണ്ട് അവരാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു ദിവസം 12 മണിക്കൂറിൽ കൂടുതൽ പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് വേണം. പിന്നെ വീട്ടിൽ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് മിസ്സാവുന്നുണ്ടാവും. എല്ലാ ഫങ്ഷൻസിനും നമ്മൾ പോകേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ അത് നടന്നാളും. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ഡ്രോപ്പ് ഇയർ ഒരു വർഷത്തേക്ക് എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 പരസ്യങ്ങൾ കണ്ടല്ല സ്ഥാപനങ്ങളൊന്നും ചൂസ് ചെയ്യേണ്ടതും നമ്മൾ റിപ്പീറ്റിന് പോകേണ്ടതും. നീറ്റ് തോറ്റ കുട്ടി റിപ്പീറ്റ് ചെയ്ത് നീറ്റ് നേടി എന്നുള്ള പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ്. കഥ ഭയങ്കര മനോഹരമായിട്ട് അതിൻ്റെ പ്രാസം ഒപ്പിച്ചൊക്കെ പറയാൻ പറ്റും, പക്ഷേ ആ കുട്ടീൻ്റെ അവസ്ഥയായിരിക്കില്ല നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ഉണ്ടാവുക. എന്തുകൊണ്ടായിരുന്നു ആ കുട്ടി നീറ്റ് തോറ്റത് എന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോയി സ്റ്റഡി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പം നമ്മൾ മറ്റാരുടെയും കഥകൾ കേട്ടോ മോട്ടിവേഷണൽ സ്റ്റോറീസിൽ ഇൻവോൾവ് ചെയ്തിട്ടോ ഒന്നും അല്ല നമ്മൾ ഈ ഡിസിഷൻ എടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾ +2 കഴിഞ്ഞിരിക്കുകയാണല്ലോ, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അസസ്മെൻറ്റ് വേണം. പരീക്ഷ എന്ന് കേട്ടാലേ തലയിറങ്ങി വീഴുന്ന ആൾക്കാരാണ് നമ്മളെന്ന് വിചാരിക്കുക. സ്ട്രെസ് മാനേജ്മെൻറ്റ് 0 ആണ്. ബോർഡ് എക്സാമിന് പോലും തലേ ദിവസം തലയിറങ്ങി വീണിട്ടുണ്ട് വിചാരിക്കുക. എങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം മൈൻഡിലേക്കോ കോമ്പറ്റേറ്റീവ് എക്സാം മോഡിലേക്കോ നമ്മൾ മാറാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടേ അതിലേക്ക് വരാൻ പാടുള്ളൂ. റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു കുട്ടിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം എന്താണ് ആ 10 മന്തിൽ അവിടെ നടക്കുന്നത് എന്നുള്ളത്. ഒരു വർഷം എന്നൊക്കെ പറയും, പക്ഷെ ആക്ച്വലി 10 മന്തേ ഉള്ളൂ.